എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി കബഡി വെച്ച് നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. കാര്യത്തിലേക്ക് കിടക്കുക. വിവാഹ തടസ്സം മാറാൻ വേണ്ടി പല രീതിയിലുള്ള പല വഴിപാടുകളും കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പ്രധാനമായിട്ട് പറയേണ്ടത് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ വിവാഹം നടക്കാത്തവർ വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് അതായത് വൈകുന്നേരം അത്താഴ പൂജ കണ്ട്, അതായത് അത്താഴ പൂജ തൊഴുതതിനു ശേഷം നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയോട് പറയാം. ഒരു ഉദാഹരണത്തിന് നമ്മൾ പ്രത്യേകിച്ച് വഴിപാടൊന്നുമല്ല, അത്താഴ പൂജയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിലും അതേപോലെ തന്നെ പ്രത്യേകതരം ഒരു ശക്തി എനർജി ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ജാതകത്തിലെ പല തടസ്സങ്ങളും നമ്മൾ ദേവി അനുഗ്രഹത്താൽ നമുക്ക് നീങ്ങിക്കിട്ടും അല്ലേ. അതായത് ജാതക ദോഷങ്ങൾ, അതായത് വിവാഹ തടസ്സം നേരിടുന്ന ആൾക്കാർ, അത് ചിലവർക്കൊരു ഒരു ചോദ്യം ഉണ്ടാകും, അയ്യോ മക്കൾ വിദേശത്താണ്, അമ്മമാർ ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഇത് അവരവർ തന്നെ വേണം ഇത് ചെയ്യാനാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. അതായത് വീടിൻ്റെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അത്താഴ പൂജ കണ്ടു തൊഴുക. അതായത് നടയടയ്ക്കുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യം അവിടെ നിന്ന്, അതായത് ദേവിക്ക് നടയടച്ചിരിക്കുന്ന സമയത്ത് നട തുറക്കുന്നവരെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ദേവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നട തുറന്നു തരുന്ന സമയത്ത് തിരുമേനി കർപ്പൂരാരതി തൊട്ടുള്ളത് ആ ശങ്കിലെ തീർത്ഥവും മീന് നമ്മുടെ കാര്യങ്ങൾ ദേവിയോട് പറയുക. ഇതൊരു അടുപ്പിച്ച് 7 ദിവസം മുടങ്ങാതെ ചെയ്യുവാണെങ്കിൽ 7ാമത്തെ ദിവസം കഴിഞ്ഞ് വിവാഹാലോചനകൾ നല്ലതുപോലെ നമുക്ക് വരും. അതായത് ഒട്ടും വരുന്ന ആലോചനകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വന്നു കിട്ടും. മുടക്കം കൂടാതെ ചെയ്യണം. അമ്പലത്തിൽ പോകുന്നതിന് തടസ്സങ്ങളൊക്കെ ഉള്ളത് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അടുപ്പിച്ച് 7 ദിവസം പോയാൽ മതി. അതേപോലെ തന്നെ അത്താഴ പൂജ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സൗകര്യം ഉണ്ടാവുമല്ലോ, ദൂരെയൊക്കെ ഉള്ളവർ അടുത്ത് തന്നെ ചെയ്യുക. ഇത് അത്താഴ പൂജ തന്നെ തൊഴുതെങ്കിലേ നമുക്ക് ഈ ഒരു കാര്യത്തിനൊരു പ്രയോജനം കിട്ടുള്ളൂ. ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ദേവിയുടെ അത്താഴ പൂജ ഇച്ചിരി നേരത്തെ എത്തണം. നടയടച്ച്, അതായത് നേരത്തിന് നമ്മളെല്ലാവരും പുറത്തിറക്കുമല്ലോ, അന്നേരം നടയടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ എവിടെയെങ്കിലും നിൽക്കുക. ഈ നട തുറക്കുന്നവരെ നമ്മുടെ മനസ്സിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ദേവിയുടെ നട തുറന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ അടുപ്പിച്ച് 7 ദിവസം ചെയ്യുവാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം തൊട്ട് ആ തടസ്സമായി നിൽക്കുന്ന വിവാഹപരമായ ഇതെല്ലാം മാറി നമുക്ക് ആലോചനകൾ വരും. അതായത് നമ്മൾ ഇതിനു മുമ്പാട് ഒത്തിരി ബ്രോക്കർമാരോടും ഒത്തിരി ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തടസ്സം കൂടാതെ നമുക്ക് വന്ന് കിട്ടും. 7 ദിവസം ഇത് ചെയ്യുക. ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അത്താഴ പൂജ കണ്ടുവരിക. തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ ഇത് സാധിക്കും. ഇത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവനെ സംബന്ധിച്ച് പെട്ടെന്ന് കല്യാണം നടക്കണം. അപ്പം അവനോട് ഞാൻ ഇന്ന പോലെ ഈ ഒരു കാര്യം പറഞ്ഞ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ദേശദേവത ഉണ്ടായിരുന്നു. അവൻ ആദ്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്നെ കളിയാക്കി. കാരണം അവനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ്റെ അമ്മ പല ജ്യോത്സ്യന്മാരും പല ആൾക്കാരും കണ്ടിട്ട് 10,000-50,000 രൂപയുടെ വരെ പൂജകൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പം ആർക്കാണെങ്കിലും ഒരു വിശ്വാസം മംഗലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് അവർ വിശ്വാസപൂർവ്വം ചെയ്ത് അവൻ്റെ വിവാഹം നടന്ന് ഏകദേശം ഒരു 11 ദിവസമായപ്പോഴത്തേക്ക് മുമ്പ് വന്ന ആലോചന തന്നെ തിരിച്ചു വന്ന്, അതൊരു ദൈവാനുഗ്രഹമായിട്ടാണ് അവൻ കണ്ടത്. അപ്പോൾ ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം അത്താഴ പൂജ വിശ്വാസപൂർവ്വം കല്യാണം നടക്കുന്ന വ്യക്തികൾ തന്നെ ഈ ഒരു കാര്യം ചെയ്യണം. അതൊരു നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി തരുന്നതാണ്. വിവാഹം ഒട്ടും നടക്കാത്തവരുടെ ജാതകം ഒന്ന് അയച്ചു തരിക. അത് നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ വിവാഹത്തിന് ഏറ്റവും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നവഗ്രഹാർച്ചന. അതും കൂടെ ചെയ്തു പോകുക.